Hi all, welcome back to economics class. Today we are going to discuss about definitions of economics and central problems of an economy. പ്ലസ് ടുവിലെ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ എടുത്തതാണ്. അതായത് എക്കണോമിക്സ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എക്കണോമിക്സ്? Economics means the study of economy and economic activities. We can say generally economics means the study of economy and economic activities. സമ്പദ് വ്യവസ്ഥയെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനത്തെ നമുക്ക് എന്ത് പറയാം? എക്കണോമിക്സ് എന്ന് പറയാം. ജനറലായിട്ട് അങ്ങനെ പറയാം, സിമ്പിൾ ടേംസിൽ അങ്ങനെ പറയാം. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ പഠിച്ചു വെച്ചിട്ടുണ്ട്. വെൽത്ത് ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, അങ്ങനെ ഒരു 3-4 ഡെഫിനിഷൻസിൻ്റെ പേരുകളും അത് നൽകിയ എക്കണോമിക്സിൻ്റെ പേരുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കത് നോക്കാം. ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ ആണ് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്, വെൽത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ ഗിവൺ ബൈ ആരാണ് വെൽത്ത് ഡെഫിനിഷൻ നൽകിയത്? ആദം സ്മിത്ത് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ്റെ പേരാണ് എന്ത്? വെൽത്ത് ഡെഫിനിഷൻ, സമ്പത്ത് നിർവചനം. അതായത് ആദം സ്മിത്ത് ആരാണ്? ദ ഫാദർ ഓഫ് എക്കണോമിക്സിൻ്റെ ഫാദറാണ് ആദം സ്മിത്ത് ഗിവൺ എ ഡെഫിനിഷൻ ടു എക്കണോമിക്സ് വിച്ച് ഇസ് നോൺ ആസ് വെൽത്ത് ഡെഫിനിഷൻ. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ നൽകിയത് ആദം സ്മിത്ത് ആണ്. അപ്പോൾ എന്താണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ആദം സ്മിത്ത് അതിൽ പറഞ്ഞിട്ടുള്ളത്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ഓഫ് വെൽത്ത്, ഇറ്റ്സ് ജനറേഷൻ ആൻഡ് സ്പെൻഡിങ്. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ്, പഠനമാണ്. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നേച്ചർ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ സ്വഭാവം. ജനറേഷൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സമ്പത്തിൻ്റെ സ്വഭാവം, സൃഷ്ടി. സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനിയോഗം. അപ്പോൾ സമ്പത്തിൻ്റെ സ്വഭാവം, സൃഷ്ടി, വിനിയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് വെൽത്ത് ഡെഫിനിഷൻ പ്രകാരം അങ്ങനെയാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതിൽ എന്താണ്? എക്കണോമിയിൽ വരുന്ന ഓൾമോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അതായത് നമ്മുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് വരുന്നത്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, മനുഷ്യരുടെ പ്രവർത്തനമാണ് വരുന്നത്. അപ്പോൾ ആ മനുഷ്യരുടെ സ്വഭാവമായി വെച്ചിട്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടുന്നില്ല? അതെല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഇല്ല. നമ്മളെല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റാറുണ്ടോ? ഇല്ലല്ലോ. എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? നിറവേറ്റാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ലിമിറ്റഡ് റിസോഴ്സ് ലിമിറ്റഡ് ആണ്. പക്ഷേ ആവശ്യങ്ങൾ, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഗിവൺ ബൈ ലാനൽ റോബിൻസ് നൽകിയ ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഓൾറെഡി പഠിച്ചതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യ നിർവചനം. അതിൽ പറയുന്ന എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. എന്താ പറഞ്ഞത്? എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യ ശാസ്ത്രമാണ്. അപ്പോൾ അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്? വിച്ച് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്, പെരുമാറ്റത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ആ പെരുമാറ്റം എന്തിനനുസരിച്ചിട്ടാണ്? ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇവിടെ എൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യങ്ങൾ, വാൺസ്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്കേഴ്സ് ദൗർലഭ്യം, അതായത് ആവശ്യത്തിനനുസരിച്ചില്ല എന്ന്. മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സ്, വിഭവങ്ങൾ. അപ്പോൾ ദൗർലഭ്യ വിഭവങ്ങളും മനുഷ്യൻ്റെ ആവശ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറഞ്ഞാൽ ഈ വിഭവങ്ങൾക്ക് എന്തുണ്ട്, ഒന്നിലധികം ഉപയോഗം, പല ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മരക്കഷ്ണം, ആ മരക്കഷ്ണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പല വസ്തുക്കളും ഉണ്ടാക്കാൻ പറ്റും. മരം ഉപയോഗിച്ചിട്ട് ടേബിൾ ഉണ്ടാക്കാം, ചെയർ ഉണ്ടാക്കാം, അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ടാകും. പക്ഷേ അതിൽ ഈ മരം നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ മരം ഉപയോഗിച്ചിട്ട് വേറെ സാധനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതാണ് പറയുന്നത്, ഒരു ഏതൊരു റിസോഴ്സ് ആണെങ്കിലും അതിനെന്തുണ്ട്, ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്, ബദൽ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ബദൽ ഉപയോഗങ്ങളുള്ള ദൗർലഭ്യ വിഭവങ്ങളും മനുഷ്യൻ്റെ ആവശ്യങ്ങളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സാമൂഹ്യ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് സോഷ്യൽ സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നതാണ് ഹ്യൂമൻ ബിഹേവിയർ ആണ്. എങ്ങനെ പറയുന്നത്, എൻസും ആവശ്യങ്ങളും സ്കേഴ്സ് റിസോഴ്സും തമ്മിലുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ദെൻ അടുത്തായിട്ട് പറയുന്നത് സിമ്പിൾ ഇക്കോണമി എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് എക്കണോമിനെ സമ്പദ് വ്യവസ്ഥയെ രണ്ടായിട്ട് തിരിക്കാം, സിമ്പിൾ ഇക്കോണമി ആൻഡ് കോംപ്ലക്സ് ഇക്കോണമി. അപ്പോൾ ഇക്കോണമി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദേ ആർ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഇക്കോണമി. സിമ്പിൾ ഇക്കോണമി എന്നും കോംപ്ലക്സ് ഇക്കോണമി എന്നും രണ്ടായിട്ട് തിരിക്കാം. സിമ്പിൾ ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇക്കണോമി സമ്പദ് വ്യവസ്ഥയിൽ എന്തുണ്ട്, there are number of activities, there are so many goods and services produced in an economy. ഒരു ഇക്കോണമിയിൽ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടെങ്കിലും ആ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള വസ്തുക്കൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അപ്പം അവിടെ പറയുന്നത് സിമ്പിൾ ഇക്കോണമി കോംപ്ലക്സ് ഇക്കോണമി എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ദ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് എക്സ്ചേഞ്ച്, ഇൻ്റർഡിപ്പെൻഡൻസും എക്സ്ചേഞ്ചിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, മനുഷ്യർ തമ്മിലുള്ള, അത് വ്യക്തികൾ തമ്മിലുള്ള ഇൻ്റർഡിപ്പെൻഡൻസിൻ്റെയും പിന്നെ എക്സ്ചേഞ്ചിൻ്റെയും കൈമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇക്കോണമീനെ രണ്ടായിട്ട് തിരിക്കുന്നത്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. അപ്പോൾ അതിൽ സിമ്പിൾ ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് എക്സ്ചേഞ്ച് ആർ മോഡറേറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മോഡറേറ്റ് ഇൻ്റർഡിപ്പെൻഡൻസ്, അതായത് ഇൻ്റർഡിപ്പെൻഡൻസ് വളരെയധികം ഇല്ല, കുറഞ്ഞ ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ടാവുള്ളൂ. അതുപോലെ കൈമാറ്റവും കുറവായിരിക്കും. കാരണം എന്താണ്, സിമ്പിൾ ഇക്കോണമിയിലെ ഇൻകം ലോ ആണ്, വരുമാനം ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർഡിപ്പെൻഡൻസും എക്സ്ചേഞ്ചും കുറയാൻ കാരണം. വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ കൂടും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പരസ്പരം ആശ്രയങ്ങളൊക്കെ വരുന്നത്. ബട്ട് ഇൻ കോംപ്ലക്സ് ഇക്കോണമി there is higher level of income. കോംപ്ലക്സ് ഇക്കോണമിയിലെ ഇൻകം ലെവൽ എന്താണ്, കൂടുതലാണ്. therefore there is higher interdependence and exchange. ഇവിടെയാണ് കോംപ്ലക്സ് ഇക്കോണമിയിൽ ഹയർ ഇൻ്റർഡിപ്പെൻഡൻസും എക്സ്ചേഞ്ചും ഉണ്ടായിരിക്കും. അപ്പം ഇൻ്റർഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ എക്സ്ചേഞ്ചിൻ്റെയും കൈമാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇക്കോണമീനെ സിമ്പിൾ എന്നും കോംപ്ലക്സ് എന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ കാതലായ പ്രശ്നങ്ങൾ, അതായത് കേന്ദ്രീയ പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്രീയ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്നാണ് പറഞ്ഞത്. എന്തൊരു പ്രോബ്ലം വരണമെങ്കിൽ, എന്ത് പ്രോബ്ലം ആണെങ്കിലും അതിനെന്തുണ്ടാവണം, വെറുതെ ഒരു പ്രോബ്ലം വരുമോ? പ്രോബ്ലം വരണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം. എന്തെങ്കിലും കാരണമില്ലാതെ ഒരിക്കലും എന്തുണ്ടാവില്ല, പ്രോബ്ലംസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പറ്റുന്നില്ല, അതൊരു പ്രോബ്ലം അല്ലേ. പിന്നെ അതുപോലെ
നമ്മൾ ഓരോ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവാം, പിന്നെ തൊഴിൽ ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ കൊറോണ വന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസൊക്കെ വരാൻ എന്താണ് കാരണം? റിസോഴ്സ് കുറവാണ്. മനുഷ്യർക്ക് ലഭ്യമാകുന്ന നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ലഭ്യമാകുന്ന റിസോഴ്സ് കുറവാണ്. പക്ഷേ ആവശ്യങ്ങൾ എന്താണ്? വാൺസ് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. അപ്പോൾ വാൺസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് വാൺസ് ആണ്. ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അനന്തമാണ്. അതായത് ഒരാവശ്യം കഴിഞ്ഞാൽ വീണ്ടും വേറൊരു ആവശ്യം ഉണ്ടാവും. അങ്ങനെ നമ്മളെ മരണം വരെ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ ഒരാവശ്യം നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ അതേ ആവശ്യം തന്നെ വീണ്ടും വരാം. അപ്പോൾ നമ്മൾ നിത്യം ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ആവശ്യങ്ങൾ എങ്ങനെയാണ്? വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഇതായിക്കോട്ടെ. ഇപ്പോൾ ഒരു തവണ നമ്മൾ ആ ആഗ്രഹം നിറവേറ്റി കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആഗ്രഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അത് വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വാൺസിൻ്റെ ഒരു പ്രത്യേകത 2 കാര്യങ്ങളാണ് പറയുന്നത്. വാൺസ് ആർ അൺലിമിറ്റഡ്. വാൺസ് എപ്പോഴും എന്താണ്? അൺലിമിറ്റഡ് ആണ്, പരിധിയില്ല. പിന്നെ അതേപോലെ വീണ്ടും വീണ്ടും വരും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വാൺസ് ആർ റെക്കറിങ് നേച്ചർ. ഇപ്പോൾ വാൺസിൻ്റെ 2 പ്രത്യേകത പറഞ്ഞത് അൺലിമിറ്റഡ് നേച്ചർ ആൻഡ് റെക്കറിങ് നേച്ചർ. വാൺസ് അൺലിമിറ്റഡ് ആണ്, അതുപോലെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ദെൻ റിസോഴ്സ്, വിഭവങ്ങൾ. റിസോഴ്സ് ടു സാറ്റിസ്ഫൈ ദീസ് വാൺസ്. ഈ വാൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? റിസോഴ്സ് വേണം. ദീസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ് ആണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ കുറവല്ലേ. ഇപ്പോൾ പൈസ ആയിക്കോട്ടെ, വേറെ എന്ത് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന എന്താണ്? റിസോഴ്സ് വളരെ കുറവാണ്. ആവശ്യത്തിന് വാൺസിനനുസരിച്ച് നോക്കുമ്പോൾ കുറവാണ്. റിസോഴ്സ് ലിമിറ്റഡ് ആണ്. റിസോഴ്സ് ലിമിറ്റഡ് ആണെന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഈ റിസോഴ്സസിന് എന്തും കൂടി ഉണ്ട്? ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അപ്പോൾ റിസോഴ്സ് പരിമിതമായതുകൊണ്ടും അതുപോലെ ബദൽ ഉപയോഗങ്ങളുള്ളത് കൊണ്ടും അത് വാൺസ് അപരിമിതമാണ്, പരിധിയില്ല. പിന്നെ അതേപോലെ ആവർത്തിച്ച് വരുന്നതുമാണ്. അപ്പോൾ ഈ കാരണങ്ങൾ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്, സമ്പദ് വ്യവസ്ഥയിലെ ഏതൊരു പ്രശ്നവും ഉണ്ടാവാനുള്ള കാരണം. വാട്ട് ഈസ് ദ റീസൺ ഫോർ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി? ദ മിസ്മാച്ച് ബിറ്റ്വീൻ വാൺസ് ആൻഡ് റിസോഴ്സസ്. വാൺസും റിസോഴ്സും തമ്മിലുള്ള മിസ്മാച്ച് ആണ്, ചേരായ്മ. അതായത് ദാറ്റ് ഈസ് വാൺസ് ആർ അൺലിമിറ്റഡ് ആൻഡ് റെക്കറിങ് നേച്ചർ ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് and which have alternative uses. Therefore there arises problem of choice. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ചൂസ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് വന്നു? പ്രോബ്ലം ഓഫ് ചോയ്സ്. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇതുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ കാരണങ്ങളും ഉണ്ടാകുന്നത്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ദെൻ സമ്പദ് വ്യവസ്ഥയിലെ പ്രോബ്ലംസ് എല്ലാം പ്രധാനമായിട്ട് 3 തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് റിസോഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ വസ്തുക്കളും ഉപയോഗിക്കാനോ ഉൽപ്പാദിപ്പിക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം. ദെൻ ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്തളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തുണ്ട്? വി നീഡ് നമ്പർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരുപാട് വസ്തുക്കൾ ആവശ്യമാണ്. ബട്ട് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ആർ ലിമിറ്റഡ്. ഈ റിസോഴ്സ് എന്താണ്? ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ഫാഷനബിളായിട്ട് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള പൈസ ഇല്ല. അപ്പം അതുകൊണ്ട് ഫാഷനബിളായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ.
അപ്പം അതുകൊണ്ട് തന്നെ അതിപ്പോൾ വലിയ ഫാഷനിൽ നടന്നോളണമെന്നില്ലല്ലോ, അത് നമുക്ക് മുൻഗണനയില്ല. നമ്മൾ അതിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത് എന്താണ്? ബേസിക് ആവശ്യങ്ങൾക്കാണ്, നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ ഏതിനാണോ പ്രയോറിറ്റി കൂടുതൽ, അതായത് മുൻഗണന കൂടുതൽ ഏതിനാണോ ആ വസ്തുക്കൾ വേണം എന്ത് ചെയ്യാൻ? ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റീസ്. മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞത് തന്നെ. ഇപ്പോൾ ഒരു ഇക്കോണമിയിൽ ഫുഡ് ഐറ്റംസ് ആണോ അതുപോലെ വാർ എക്യുപ്മെൻറ്റ്സ് ആണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരിക? സാധാരണ ഒരു ക്ഷാമമൊക്കെ നിലനിൽക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഫുഡ് ഐറ്റംസിന് വേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരിക, അല്ലാതെ വാർ എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ പറ്റില്ല. അപ്പം എന്താണോ ആ സിറ്റുവേഷനിലെ പ്രയോറിറ്റി അതിനനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ഉൽപ്പാദനം നടത്താൻ. അപ്പോൾ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റീസ്, മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദനം നടത്തുന്നു. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്. നൗ വി ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. വാട്ട് ക്വാണ്ടിറ്റീസ് ആവശ്യങ്ങൾ, ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആണ് എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഏത് വസ്തു ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. But next question arises, what is how to produce? That is how to produce. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം എന്താണ്? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് റിലേറ്റഡ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. നമുക്ക് പല വസ്തുക്കളും പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. മെഷീൻസ് കൂടുതൽ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാൻമെയ്ഡായിട്ട് ഉൽപ്പാദിപ്പിക്കാം, അതല്ലെങ്കിൽ മെഷീൻസും അതുപോലെ ലേബറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്താം. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് ഉൽപ്പാദന പ്രക്രിയ വേണം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഹൗ ടു പ്രൊഡ്യൂസിൽ വരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ യൂസിങ് ഐദർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഓർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ഉൽപ്പാദനം നടത്തുന്നു, ഒന്നുകിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കാം. ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലാളികളെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദനത്തെയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതായത് ഹിയർ ഇൻറ്റൻസീവ് യൂസ് ഓഫ് ലേബർ ഫോർ പ്രൊഡക്ഷൻ പർപ്പസ്. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ലേബറിനെ ഉപയോഗിക്കുന്നു. ഇൻ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ആണെങ്കിലോ മോർ amount of capital is used for producing goods and services goods than labor. അതായത് ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ലേബറിനേക്കാൾ. അപ്പോൾ ലേബറിനെ കൂടുതൽ ഉപയോഗിക്കണോ അതോ ക്യാപിറ്റലാണോ കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ അത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ലേബർ നമ്മൾ ഈ ടെക്നിക്സ് ഉപയോഗിക്കണമെങ്കിൽ, ഇവിടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് വേണം, പിന്നെ അതുപോലെ കോസ്റ്റ് നോക്കണം, എല്ലാം നോക്കണം. അതേപോലെ എവിടെയാണെന്നുണ്ടെങ്കിലോ ലേബറിനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, ലേബറിൻ്റെ എത്ര വേജ് കൊടുക്കണം എന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ദ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൻ്റെ ടെക്നിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് റിലേറ്റഡ് വിത്ത് techniques of production. There are two types of techniques of production, labor intensive technique and capital intensive technique. The producer select the technique of production based on the availability and cost of technique. ആ ടെക്നിക്കിൻ്റെ ലഭ്യതയും അതുപോലെ കോസ്റ്റിൻ്റെയും ചെലവിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിലേത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉൽപ്പാദനം നടത്താം. ഉൽപ്പാദനം നടത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു? ഇല്ല. There arise third problem, that is for whom to produce.
ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ടു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്നുള്ള പ്രശ്നം ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ നാഷണൽ ഇൻകമോ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻ ടു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളെന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, 4 ഉൽപ്പാദന ഘടകങ്ങൾ വേണം. ഏതൊക്കെയാണത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഈ ഉൽപ്പാദന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കാൻ പ്രൊഡ്യൂസ് എനിത്തിങ്, നമുക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ പർപ്പസസ് needs 4 factors of production. They are land, labor, capital and organization. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനൊക്കെ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് കൊടുക്കണം, റിവാർഡ് കൊടുക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിന് റിവാർഡ് കൊടുക്കണം. ഇപ്പോൾ ലേബറിൻ്റെ കാര്യം എടുക്കുകയാണെന്ന് വിചാരിക്കുക, തൊഴിലാളികൾ. അപ്പോൾ തൊഴിലാളികൾ തൊഴിലെടുത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, വേജ് കൊടുക്കണം അല്ലെങ്കിൽ സാലറി കൊടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പം അതേപോലെ തന്നെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിനും എന്ത് കൊടുക്കണം, റിവാർഡ് കൊടുക്കണം. ആ റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൽ നിന്നാണ്. ഔട്ട്പുട്ട് അല്ലെങ്കിൽ നാഷണൽ ഇൻകം. അപ്പോൾ നമ്മൾ ഇക്കോണമി മൊത്തത്തിൽ പറയുന്നതുകൊണ്ട് നാഷണൽ ഇൻകം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഇൻടു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, that is reward given to land is rent, ലേബറിൻ്റെ റിവാർഡ് എന്താണ്, വേജ് ഓർ സാലറി, ക്യാപിറ്റലിൻ്റെ റിവാർഡാണ് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ്റെ റിവാർഡാണ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഈ 4 രീതിയിലായിട്ട് എന്ത് ചെയ്യുന്നു, ഉൽപ്പാദന ഘടകങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പോൾ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് റിലേറ്റഡ് വിത്ത് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ഓർ ഔട്ട്പുട്ട്. റെന്റ് ഈസ് ദ റിവാർഡ് ഫോർ ലാൻഡ്, വേജ് ഓർ സാലറി ഈസ് ദ റിവാർഡ് ഫോർ ലേബർ, ഇൻട്രസ്റ്റ് ഈസ് ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ, പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ദ റിവാർഡ് ഫോർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും ഭാഗമാണ് എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് ഡെഫിനിഷൻസ് പറഞ്ഞു, സിമ്പിൾ ഇക്കോണമി പറഞ്ഞു, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി. ഡെഫിനിഷൻസ് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ അതേപോലെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, ഇത് സാധാരണയായിട്ട് എക്സാമിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസിൽ നമ്മളെന്താ പറഞ്ഞത്, റീസൺ പറഞ്ഞു, വാണ്ട്സും റിസോഴ്സും മിസ്മാച്ച് ആയതുകൊണ്ട്. റീസൺ ഫോർ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി, മിസ്മാച്ച് ബിറ്റ്വീൻ വാണ്ട്സ് ആൻഡ് റിസോഴ്സസ്, ദാറ്റ് ഈസ് അൺലിമിറ്റഡ് ആൻഡ് റെക്കറിങ് വാണ്ട്സ്, ലിമിറ്റഡ് ആൻഡ് ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. ലിമിറ്റഡ് റിസോഴ്സ് ആണ് ആൾട്ടർനേറ്റീവ് യൂസസിൻ്റെ. There are 3 central problems of an economy: what to produce and in what quantities, how to produce and for whom to produce. അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം വരുന്നത് ഉൽപാദന സാധ്യതാ വക്രമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.